ശബരിമല കൊള്ളക്കേസിൽ, സ്വർണ്ണക്കൊള്ളക്കേസിൽ, അത് വാതിൽപ്പാളിയാണെങ്കിലും കെട്ടിലപ്പാളിയാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സംഗതികളാണെങ്കിലും, ഈ പത്മകുമാർ ഏറ്റവും ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ നേതാവാണ്. അതിനുശേഷമാണ് വാസു വരുന്നത്, അല്ലെങ്കിൽ വാസു പത്മകുമാർ ഒപ്പം. രണ്ടുപേരും CPM-ന്റെ ഉറച്ച നേതാക്കളാണ്. പാർട്ടി നിയോഗിച്ച ദേവസ്വം ബോർഡ് മെമ്പർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് പത്മകുമാർ. പത്മകുമാറിന്റെ കാലത്താണ് സ്വർണം ചെമ്പാവുന്നതും ചെമ്പ് സ്വർണ്ണമാവുന്നതും ഒക്കെ. അപ്പോൾ പത്മകുമാറിനെ ജയിലിലിട്ടു. അദ്ദേഹത്തിന് 1-2-3 മാസത്തിൽ മീതെ അവിടെ ജയിലിൽ കിടക്കേണ്ടി വന്നു. കാരണം അദ്ദേഹത്തിന്റെ പേരിൽ കേസുണ്ട്. പിന്നെ അദ്ദേഹത്തിന് പുറത്തു പോരാൻ കഴിഞ്ഞത് സ്വാഭാവിക ജാമ്യമാണ്. SIT 90 ദിവസത്തിന് കുറ്റപത്രം കൊടുക്കാത്തത് കൊണ്ട് പത്മകുമാറിനും മറ്റു പലർക്കും, വാസുവിനും ഒക്കെ ജാമ്യം കിട്ടുന്ന അങ്ങനെയാണ്. CPM വിചാരിച്ചത് ഈ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇവർ കുറ്റക്കാരല്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാം എന്നാണ്. അതുകൊണ്ടാണ് MV ഗോവിന്ദനെ പോലെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് കുറ്റപത്രം കൊടുത്തിട്ട് തീരുമാനിക്കാമെന്ന്. എല്ലാവർക്കും അത് വേണ്ട കേട്ടോ. വേറെ ആളുകളുടെ കാര്യമാകുമ്പോൾ കുറ്റപത്രം കൊടുക്കേണ്ട, പരാതി കിട്ടിയാൽ മതി, കേസ് പോലും എടുക്കണ്ട. പക്ഷേ ശബരിമല കൊള്ളക്കേസിൽ പത്മകുമാറിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാം എന്ന ധൈര്യമാണ് പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. ആ ധൈര്യം ഇപ്പോൾ ചോർന്നു പോയിരിക്കുന്നു. മാത്രവുമല്ല, ഇവർ കോൺഗ്രസിന്റെയും സോണിയാഗാന്ധിയുടെയും ഒക്കെ പേര് പറയുന്നുണ്ടെങ്കിലും അവരാരും ഇതുവരെ അറസ്റ്റിലായിട്ടില്ല. അവരെ ആകെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്ത് ഒഴിച്ചാൽ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതിൽ തന്നെ ഒന്നും മുമ്പോട്ട് പോയിട്ടില്ല. എന്നാൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട പാർട്ടി നിയോഗിച്ച ആളുകൾ ജയിലിൽ കിടന്ന് സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തു വന്നു. പാർട്ടിയുടെ അല്ലാത്ത തന്ത്രിക്ക് വേറെ ജാമ്യം കിട്ടി, അതായത് തെളിവിന്റെ അയോട്ട ഇല്ല എന്നൊക്കെ പറഞ്ഞ് ജാമ്യം കിട്ടി. അപ്പൊ പ്രശ്നം എന്താ? ഇനി പത്മകുമാറിനെ, ഇപ്പൊ അദ്ദേഹം നിൽക്കുകയാണ്, പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റോ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രസംഗത്തിന് പോയാൽ എന്തായിരിക്കും പാർട്ടിയുടെ ഒരു അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിലനിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാവും എന്നറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇത് പുറത്താക്കുന്നത് ഒരു നാടക പരിപാടിയായി പുറത്താക്കാം. പക്ഷെ അദ്ദേഹത്തിനെ നേരത്തെ പുറത്താക്കിയിരുന്നെങ്കിലോ, നേരത്തെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തിരുന്നെങ്കിലോ ഇതിനേക്കാൾ മെച്ചമായ പ്രതികരണം പാർട്ടിക്ക് ഉണ്ടാവില്ലേ? പക്ഷെ ഒരു കുഴപ്പമുണ്ട്. അവിടെ ഇരുന്നിട്ട് ജയിലിലിരുന്ന് അദ്ദേഹം SITക്ക് വേറെ എന്തെങ്കിലും മൊഴി കൊടുത്താൽ ചിലപ്പോൾ പെടാത്തവരും പെടും. ദൈവതുല്യരായ ആളുകൾ പോലും ഇതിലുണ്ട് എന്നാണല്ലോ ഇതേ പത്മകുമാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആരാ ഈ ദൈവതുല്യർ എന്ന് നമുക്കറിയില്ല. അപ്പൊ പത്മകുമാറിനെ പുറത്തു കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവിക ജാമ്യം കിട്ടി. സ്വാഭാവിക ജാമ്യം കിട്ടി. ഇനി അദ്ദേഹത്തിനെതിരെ ഒരു ചോദ്യം ചെയ്യാൻ ഒരു പേപ്പർ കൊടുത്തു. അതിന് മറുപടി കിട്ടുന്നത് തൃപ്തികരമല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി. ഇനിയിപ്പോൾ മാറ്റിയിട്ട് എന്താ കാര്യം? അദ്ദേഹത്തിനെതിരെ അദ്ദേഹം ജയിലിൽ പോകുമ്പോൾ അപ്പോഴാണ് മാറ്റേണ്ടിയിരുന്നത്. അല്ലെങ്കിൽ ഇത് കണ്ണിൽ പൊടിയിടാനാണ് എന്നറിയാൻ സാമാന്യം അരിഭക്ഷണമോ ചപ്പാത്തി കഴിച്ചാലും മതി, നമുക്ക് മനസ്സിലാവും. അരിഭക്ഷണം കഴിക്കണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ നടപടി ഒരു കാര്യവും കൂടി ഉറപ്പിക്കുന്നു: പത്മകുമാർ കുറ്റക്കാരനാണ് എന്ന് പാർട്ടിക്ക് ബോധ്യം വന്നു. ഇതുവരെ ബോധ്യം വന്നിരുന്നില്ല. കുറ്റപത്രം കിട്ടിയാലല്ലേ ബോധ്യം വരൂ എന്നല്ലേ പറഞ്ഞേ? കുറ്റപത്രം ഇല്ലല്ലോ. നീ സഖാവ് ഗോവിന്ദൻ ഇപ്പൊ കുറ്റപത്രം എവിടെ? കുറ്റപത്രം ഇല്ലാതെ പത്മകുമാറിനെതിരെ നടപടി എടുക്കുക എന്ന് പറഞ്ഞാൽ കുറ്റപത്രം ഇല്ലാതെ തന്നെ പാർട്ടിക്ക് ബോധ്യം വന്നിരിക്കുന്നു പത്മകുമാർ തെറ്റ് ചെയ്തിരിക്കുന്നു. പത്മകുമാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാർട്ടി ഇത്രയും കാലം ഡിഫെൻഡ് ചെയ്തെന്തിന്? പാർട്ടി നിയോഗിച്ച ആളാണ് പത്മകുമാർ എന്നതുകൊണ്ട് പാർട്ടിക്ക് അതിൽ ഉത്തരവാദിത്തമില്ലേ? ഇത്രയും കാലം പാർട്ടി ഇവരെയൊക്കെ എന്താ പറയുക, നടപടിയെടുക്കാതെ വച്ചതെന്തിന്? ശബരിമല കൊള്ളയിൽ പാർട്ടിക്ക് എന്താണ് പങ്ക്? ഈ ചോദ്യങ്ങൾ വീണ്ടും 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 കേരളത്തിൽ ചർച്ചയാവും. അതുകൊണ്ട് തന്നെ അത് തടയാൻ ഈ നടപടി കൊണ്ട് കഴിയുമോ എന്നറിയില്ല. എന്തായാലും തൽക്കാലം കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ഇടപാട് മാത്രമാണ് പത്മകുമാറിനെതിരെയുള്ള ഈ കാരണം കാണിക്കൽ നോട്ടീസും അതിനുള്ള മറുപടി വന്ന് നടപടിയെടുക്കലും ഒക്കെ. ജനങ്ങൾ ഇതൊന്നും കാര്യമായി ഗൗരവത്തിലെടുക്കാൻ പോകുന്നില്ല. സ്വർണ്ണക്കൊള്ളയിൽ 1-ാം പ്രതി CPM ഭരണകൂടം തന്നെയാണ്, CPM നേതാക്കൾ തന്നെയാണ് എന്നതിലേക്ക് തെരഞ്ഞെടുപ്പ് എത്തും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്.